ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡോട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ഗോവയ്ക്ക് പോയ സമയത്ത് ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതൽ ആൾക്കാരും ചോദിച്ച അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബൈക്ക് റെന്റൽസ് എങ്ങനെയാണ് എടുത്തത് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ബൈക്ക് റെന്റൽസ് എങ്ങനെ എടുത്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബൈക്ക് റെന്റൽ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗോവയ്ക്ക് പോകുന്നതിന് ഒരു 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കുമായിരുന്നു അവിടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഗോവ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഏതൊക്കെ റെന്റൽസ് ആണ് ഉള്ളത് എന്നുള്ളത്. അതിൻ്റെ ജസ്റ്റ് റേറ്റിംഗ്സും കാര്യങ്ങളും റിവ്യൂസൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കി. അങ്ങനെ നമ്മളൊരു 2-3 എണ്ണം സെലക്ട് ചെയ്തിട്ട് അതിലോട്ടൊക്കെ വിളിച്ചു നോക്കുമായിരുന്നു. വിളിച്ച സമയത്ത് നമ്മൾ ഏകദേശം ഗോവ എത്തുന്നത് എനിക്ക് തോന്നുന്നു 4 മണിക്കോ 4:30 സംതിങ് ആണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു നമ്മൾ വിളിച്ചു ചോദിച്ചോ. നമ്മൾ വിളിച്ചു ചോദിച്ചവരൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത്. അതുപോലെ പൈസയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുൻകൂട്ടി പൈസ കൊടുക്കാതിരുന്നു. അത് നിങ്ങൾ പോകുന്ന സമയത്ത് ഒരിക്കലും മുൻകൂട്ടി ഇതുപോലെയുള്ളതിലൊന്നും പൈസ കൊടുക്കാതിരിക്കുക കേട്ടോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെയാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാവില്ല. അവരെ ഒന്നുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ തന്നെ പോകാൻ സാധിക്കും. അതായത് ഇതിന് അടുത്തായിട്ട് ഏതാ ഉള്ളത് എന്നുള്ളത് നോക്കുക കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുപോലെ ചില ഈ റെന്റലുകാർ വേണമെങ്കിൽ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത് എത്തിച്ചു തരുന്നുണ്ടാവും. അങ്ങനെയുള്ളതിലോട്ടും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ ഏകദേശം 4-4:30 അവിടെ എത്താനായിട്ട്. ആ സമയത്ത് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അവർ വിളിച്ച സമയത്ത് അവർ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കേസിൽ നമ്മൾ ചെയ്തത് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ ഇങ്ങോട്ട് വന്ന് സമീപിക്കും. കാരണം ബൈക്ക് റെന്റൽസ് വേണോ അല്ലെങ്കിൽ സ്റ്റേ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ ഇങ്ങോട്ട് വന്ന് സമീപിക്കും. ആ ഒരു കേസിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കുക. ഏകദേശം റേറ്റ് എത്രയാവും എന്നുള്ളതൊക്കെ അവരോട് തന്നെ ഒന്ന് ബാർഗെയിനൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ സംസാരിച്ച് അവസാനം അവർ പറഞ്ഞത് ഒരു ദിവസത്തിന് 500 രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞു. ഒരു ആക്റ്റീവ 3G ആയിരുന്നു തന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടുന്ന് തന്നെ അവർ അവരുടെ വണ്ടിയിൽ പിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ 2-3 പേരുണ്ടെങ്കിൽ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാനും വൈഫും കൂടെ ആയിരുന്നു. അപ്പോൾ വൈഫിനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ സേഫായിട്ട് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവർ നമ്മളെ ഒരു 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു റെന്റൽ ഷോപ്പിലോട്ട് കൊണ്ടുപോയി. അവിടെ തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ 500 രൂപ വാങ്ങും. 500 അല്ല, എനിക്കൊന്ന് 1000 രൂപ എന്തോ വാങ്ങും. കാരണം ഒരു 500 രൂപ കോഷൻ ഡെപ്പോസിറ്റ് പോലെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടാവുക. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആ പൈസ തരുന്നുണ്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ 2 ദിവസമാണെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് 500 + 500 1000 ആയിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ 2 ദിവസമാണെങ്കിൽ എനിക്കൊന്നും ഒരു 500 കൂടെ എക്സ്ട്രാ ആയിട്ട് വാങ്ങും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1500 വാങ്ങിയത്. പിന്നെ നമ്മുടെ ഒരു ID കാർഡ് കൂടെ വാങ്ങും. അപ്പോൾ ID കാർഡ് അവിടെ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്താലും മതിയാവും. ID കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് തരും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പി എടുപ്പിച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ വാങ്ങിയിട്ട് വന്നാൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ, അതായത് നേരത്തെ ബുക്ക് ചെയ്താൽ തന്നെ അവിടെ പോയിട്ട് തന്നെ ഈസി ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മൾ പെട്രോൾ അടിച്ച് ഏകദേശം 300 രൂപയുടെ പെട്രോൾ മാത്രമാണ് അടിച്ച്. അതായത് നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗോവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ ആ ഒരു 300 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു മെയിൻ ഓൾഡ് ഗോവ ഫുള്ളായി കവർ ചെയ്തു. നോർത്ത് ഗോവ പോയി. അവിടെ നമ്മൾ ഒരു കുറച്ച് 2-3 ബീച്ചസ് ഒക്കെ കവർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ടും നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നാമത് ഗോവയിൽ നമ്മുടെ നാട്ടിലേക്കാട്ടിലും പെട്രോൾ റേറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 1 year ഒക്കെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ ഗോവയിലോട്ട് പോയിട്ട്. അപ്പോൾ ആ ഒരു റേറ്റിന് 300 രൂപ അടിച്ചിട്ട് തന്നെ നമുക്ക് മൊത്തമായിട്ട് ഓടാനുള്ള ഒരു പെട്രോൾ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇത് അത്ര ടഫൊന്നും അല്ല. അവിടെ പോയിട്ട് നമുക്ക് റെന്റൽ ബൈക്സ് എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് അവിടെ പോയാലും എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.